സ്റ്റേഷനിലെത്തി. ലഗേജ് എല്ലായിടത്തെല്ലാം ഇറങ്ങി. ഇവിടുന്ന് ഇനി നമുക്ക് മെട്രോ എടുത്താൽ പോകണ്ടേ. ഇവിടുന്ന് മെട്രോ എടുത്താൽ പോകണ്ടേ. അപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ പോവാം. പിന്നെ എന്നിട്ട് ഇങ്ങനെ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാം. ഭയങ്കര തിരക്കാണ്. ഫോണല്ലേ, വീഡിയോ ആണല്ലോ. ശരിയാണ്. എന്നെ പൊന്നെ, അയ്യോ ചത്തേ, നടക്കാൻ പോലും പറ്റുന്നില്ലേ എൻ്റെ പൊന്നോ. അതുപോലെ തിരക്കും ചൂടും എൻ്റെ പൊന്നെ. അങ്ങോട്ട് പോയി നടക്കാം. അയ്യോ, ഇത്ര നേരം യാത്ര ചെയ്തത് 10 മിനിറ്റ് തീർന്നു. ഓ, അങ്ങനെ ഡൽഹി മെട്രോ കയറാൻ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. അല്ല, ഒരു മെട്രോ കയറി അപ്പുറത്തെ ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടി എത്തി. പിന്നെ എല്ലാവരും നടക്കുന്നു. ഇത് വലിയ സ്റ്റേഷനാണ് കേട്ടോ, നടന്നാൻ തീരുന്നില്ല. ഓ കണ്ടോ, അങ്ങോട്ട് കിടക്കുക. നമ്മളിപ്പോൾ 5 മിനിറ്റ് നടക്കാൻ തുടങ്ങിയിട്ട്. സന്ദേശേ, ഡൽഹി ചെന്നിട്ട് നമുക്ക് കാണാം. മെട്രോ സ്റ്റേഷൻ താഴെ ഇപ്പം പ്ലാറ്റ്ഫോമിലെത്തി, കാണിച്ചു തരാം. അയ്യോ, വെളിച്ചം കണ്ട സുഖം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എവിടെ നിന്നാണ് കഴിക്കുന്നത്? നമ്മൾ അവിടെ നിന്ന് മെട്രോയിൽ നിന്ന് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. നമുക്കിനി ട്രെയിൻ 3 മണിക്ക് സമയം ഇപ്പം 2 മണി ആവുന്നേ ഉള്ളൂ. അവിടെ പോയിട്ട് കഴിച്ചിട്ട് അവിടെ ട്രെയിനിൽ കയറണം. വന്ദേ ഭാരത് സന്ദേശ് ഉണ്ടായിരുന്നു. അവനെന്താ സന്ദേശ്? ഭയങ്കര മടുപ്പാട്ടോ, വീഡിയോ എടുക്കാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ ഒരു കയ്യിൽ ബാഗും പിന്നെ മറ്റേ കൈ പിടിക്കണ്ട. അപ്പം ഈ മെട്രോ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഭയങ്കര സ്പീഡാണ്, ബ്രേക്കിംഗ് ഒക്കെ ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിടിച്ചിരുന്നത് വീഴും. അതുകൊണ്ട് പിന്നെ പോക്കറ്റ് അടിയൊക്കെ നോക്കേണ്ടത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അകത്ത്. അപ്പോൾ ഇനി ട്രെയിനിൽ കയറുന്ന നേരത്ത് കാണാം. പിന്നൊരു കാര്യം, നമ്മൾ നിസാമുദ്ദീനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പ്ലാറ്റ്ഫോം 7-ലാണ് ട്രെയിൻ വന്നത്. എന്നിട്ട് അവിടുന്ന് കയറി നമ്മൾ മെട്രോയിൽ പോകും. നമ്മുടെ തൊട്ട് പിറകെ കേരള എക്സ്പ്രസ് ഉണ്ടായിരുന്നു, തിരുവനന്തപുരം ന്യൂഡൽഹി കേരള. അതിൽ കയറാമെന്ന് വെച്ചാൽ അത് ഇങ്ങോട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇതുവരെ എത്തിയിട്ടില്ല. അത് അരമണിക്കൂറേ ഉള്ളൂ നിസാമുദ്ദീൻ നിന്ന് ന്യൂഡൽഹിയിലേക്ക്. പക്ഷേ അത് പിടിച്ചിട്ടു. എവിടെയോ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇരുന്ന, പിന്നെ മെട്രോയിലേക്ക് പ്ലാൻ മാറ്റിയതാണ്. അപ്പോൾ അങ്ങനെ നാലിൽ വരുവാണെങ്കിൽ മെട്രോ എടുത്ത് പോകുന്നതായിരിക്കും ബെസ്റ്റ്. സമയം മറ്റേത് വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ പിടിച്ചിടും ട്രെയിൻ ആയതുകൊണ്ട്. അത് ഇപ്പോൾ ഔട്ടറിൽ കിടക്കുക, ന്യൂഡൽഹിയുടെ കയറിയിട്ടില്ല ഇതുവരെ. നമുക്കിപ്പോൾ സമയമുണ്ട്. ഇപ്പോൾ സമയമില്ലാത്ത കേസാണ്. നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അവന് ഇപ്പോൾ അത്യാവശ്യമായിട്ട് പോകേണ്ടതുകൊണ്ട് ഇതിൽ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലാതെ ട്രെയിൻ കിട്ടില്ലായിരുന്നു. പിന്നെ ന്യൂഡൽഹിയിൽ പറഞ്ഞാൽ മെട്രോയിൽ കയറിയിട്ട് INA എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് യെല്ലോ ലൈനിൽ കയറണം. യെല്ലോ ലൈനിൽ കയറി കഴിഞ്ഞാൽ ന്യൂഡൽഹിയിൽ പോകാൻ പറ്റും. 2 മെട്രോ കയറണം, ഒരു സിംഗിൾ മെട്രോ പറ്റില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഒന്നും പറയണ്ട. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോകായിരുന്നു. അവിടെ KFC കയറി ചെറുതായിട്ട് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ 3 മണിക്കായിരുന്നു. സമയം 3 മണിയാവുന്നു. നമ്മുടെ ഉദംപൂർക്കുള്ളൊരു വന്ദേ ഭാരതായിരുന്നു നമ്മുടെ ബുക്ക് ചെയ്ത ട്രെയിൻ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ കൂടെയുള്ളവരുടെ ഫോൺ പോയി. ഭയങ്കര തിരക്കായിരുന്നു. എസ്കലേറ്ററിലും സ്റ്റേഷനിലോട്ട് ഇങ്ങോട്ട് വരാൻ്റെ ഒപ്പയിലും എല്ലാം ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഫോൺ പെട്ടെന്ന് കാണുന്നില്ല. പിന്നെ വിളിച്ചിട്ടപ്പോൾ കുറേ റിങ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരത്തിന് ആരും എടുത്തിട്ട് പെട്ടെന്ന് സംസാരിച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്തു. എടുത്തു പോയി. ഇവിടെ അങ്ങനെയാണ്, പോയ
പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അതിൻ്റെ ഓട്ടത്തിലായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് വന്ന് ഊട്ടി വന്ന് കയറിയില്ല. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു കോച്ച്. അമ്മമാർ ഉണ്ട് ഇവിടെ. എന്തായാലും ഫോൺ പോയി, അത് തന്നെ ഒരു തുടക്കം തന്നെ ഒരു മോശാവസ്ഥയായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം ഇവിടുന്ന് ഉദംപൂറിനായി ട്രെയിന്. ഇത് അപ്പോൾ എത്തുന്നതെന്ന് നോക്കിയിട്ട് പറയാം. ഇടയ്ക്ക് ഞാൻ ഇതിലൊക്കെ ഉണ്ട് കാഴ്ചകളുണ്ടെ കാണിക്കാം. വിൻഡോ സീറ്റ് തന്നെ കിട്ടിയത്. നമ്മൾ ഇന്ന് രാത്രി ഒരു 10:43 സമയം പറഞ്ഞേക്കുന്നത്. ഇത് ആക്ച്വലി ഈ ട്രെയിനാണ് ശ്രീമാതാ വൈഷ്ണോദേവി കത്ര വൈഷ്ണോദേവി പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മളിവിടെ ഉദംപൂരാണ്, MCTM ഉദംപൂർ അവിടെ ഇറങ്ങുന്നത്. വൈഷ്ണോദേവിയിലേക്ക് അവിടുന്ന് 1 അവർ കാണിച്ചേക്കുന്നത്. അപ്പോൾ രാത്രിയാവും എത്തുമ്പം 3 മണിയായി. അപ്പം 6-7 മണിക്കൂർ 7-8 മണിക്കൂറുണ്ട് അവിടെ എത്താൻ. നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്സ് വന്നു വന്ദേ ഭാരതിലെ. ഇത് ഇത് ഇന്നലെ കിട്ടിയതാടാ, മനസ്സിലായി. ഇവൻ്റെ പൊരി എന്ന് പറയുന്നത്. ഇത് എന്താണെന്ന് അറിഞ്ഞൂടാ. കഴിക്കാൻ പറ്റുന്ന പോലെയാണ്. ഏതായാലും ഞാൻ പൊട്ടിക്കുന്നില്ല. പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത് നമ്മുടെ കടലുണ്ടായി. ഇത് നമ്മുടെ മസാല ചായ മിക്സ്. എന്താണ് വൈപ്സ് ഉണ്ടല്ലേ. ഇത് കെച്ചപ്പ്. ഇത് വൈപ്സ്, ക്ലീനിങ് വൈപ്സ്. പിന്നെ ചെറുന്ന ജ്യൂസ്. ചായ ഉണ്ട്, ചായയുടെ പൊടി ഉണ്ടല്ലോ, ചായ വെള്ളം വരുമായിരിക്കും. ഇത് വന്ദേ ഭാരത് കിട്ടുന്ന ചായയുടെ പാക്കറ്റാണ്. നമുക്ക് രാജധാനിയിൽ കിട്ടുമ്പം നോർമൽ ടീ സെറ്റേ കിട്ടത്തുള്ളൂ. പിന്നെ ജ്യൂസ് ഇവിടെ ബി നാച്ചുറൽ കിട്ടി. ബി നാച്ചുറൽ കിട്ടി. മറ്റേ അവിടെ നമുക്ക് ഏതോ ഒരു ലോക്കൽ ടൈപ്പ് ബ്രാൻഡ് അറിഞ്ഞൂടാ. ടൈപ്പ് ബ്രാൻഡിൻ്റെ മാംഗോ ജ്യൂസാണ് കിട്ടുന്നത്. എന്നുവെച്ച് ലക്ഷറിയാണ്. ഇതാണ് ഏറ്റവും ടോപ്പ് പാസഞ്ചർ ട്രെയിനിൽ. മറ്റേത് ഉണ്ട് അതിന് താഴെ. അപ്പോൾ അതനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ട്. ഈ മസാല ചായ ഈ സാധനം 30 രൂപയ്ക്ക് അല്ലാതെ വിൽക്കുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ മേടിച്ച് ഇടയ്ക്കെങ്ങാണ്ട് വന്നു, വേണം വാങ്ങി കുടിക്കായിരുന്നു. നമ്മൾ കുടിച്ചില്ല. ഇവിടെ ഗ്ലാസ്സിന് സ്ലോട്ട് ഉണ്ട്, ഗ്ലാസ് വെക്കാൻ അവിടെ തന്നെ വെക്കാവുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വെച്ച് ചൂടുവെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇത് എനിക്ക് ഈ മസാല മിക്സ് കിട്ടിയ അവന്മാർക്ക് കിട്ടിയത് ഏലാച്ചി. അതെന്താ ഏലാച്ചി? സാധനം കിട്ടിയത്. എന്താ പൊട്ടിക്ക് നമുക്ക് നോക്കാം. ആ സാധനം അത് ടൊമാറ്റോ സോസ് കൂടി കഴിക്കുന്ന സാധനമല്ലടാ. അത് പൊട്ടിച്ചില്ല, നീയെ പൊട്ടിക്കുന്നത് ഫസ്റ്റ്. ഞാനതൊന്ന് തൊടാതെ വെച്ചേക്കുക. അത് പോസ്റ്റ് ചെയ്തേ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചോടാ. എന്ത് സാധനം? സോയാബീൻ പോലെ കിടക്കുന്നല്ലേ. കഴിക്കാൻ കൊള്ളൂടാ നോക്കി. എന്ത് ടേസ്റ്റാ? മസാല ടേസ്റ്റ്. അപ്പോൾ അതിനാണോ ഈ സോസ് തന്നേക്കുന്നത്? ഇത് പരിചയമുള്ള ടേസ്റ്റ്. കുറച്ചല്ലേ പേര് സുഖയിലാണോ ഇതൊരു സാധനം. മസാല ചായ മിക്സ് ചെയ്ത് എൻ്റെ എടുക്കലിന് കൂടുതലും കൊണ്ട് അവിടെ മൊത്തം വീണ്. ഇത് സാനിറ്റൈസർ കേട്ടോ. ഇതിന് വേണ്ടി മാറ്റിച്ചു. ഇതൊരു വലിയ സുഖമില്ല കേട്ടോ മസാല ചായ. ഏലാച്ചിയായിരുന്നു നല്ലത്. എനിക്ക് മാത്രം അത് മാറി കിട്ടും. ഉള്ളതൊക്കെ തന്നെ കുടിക്കാം, അതല്ല നല്ലത്. വേറെ ചായ ഒന്നും കിട്ടിയല്ലേ ഇവിടെ. നമ്മൾ ഇതിൽ പോകുന്ന സ്പീഡ് ഞാൻ കാണിച്ചത് എത്രയാണ് ആണോ? 127 130 ആയിരുന്നു മുന്നേ ഞാൻ കണ്ടതാണ്. 127 km/h. രാജധാനിയിൽ നിന്ന് ഇത്രയും പോയില്ല. 130 അടുത്ത് വരെ വന്നു തോന്നുന്നു. 130 അടുത്ത് വരെ 30 പോയില്ല. ഇതിപ്പോൾ 30 വരെ വന്നു. ഇനിയും കൂടുമായിരിക്കും സാറ്.
ഈ കാണുന്നത് മിലിറ്ററി ക്യാമ്പ് കേട്ടോ ഇവിടുത്തെ. നമ്മളിപ്പോൾ സ്റ്റേഷൻ അംബാല കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ. ഇവിടെ അവരുടെ കോൺവേ കിടപ്പുണ്ട്. ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. എടാ നോക്കണം. മിലിറ്ററി അതെ അതിൽ പിടിക്കത്തൊന്നുമില്ല ഇവിടെ. അപ്പം അവിടെ അവരുടെ വണ്ടിയിലാണ് കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ലുധിയാന എത്തി. ലുധിയാന എന്ന് പറഞ്ഞാൽ പഞ്ചാബാണ്. ലുധിയാന പഞ്ചാബിലെ വൺ ഓഫ് ദ മെയിൻ സ്റ്റേഷനാണ്. അപ്പം ഇതിന് മുന്നേ നമ്മൾ ഹരിയാനയായിരുന്നു, ഇപ്പം ലുധിയാന. ഇനി അടുത്തത് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിലെ ഏതൊരു സ്റ്റേഷൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞാൽ പിന്നെ ജമ്മു താവി സ്റ്റേഷൻ, അതെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഉധംപൂർ. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരക്കുണ്ട് ഇവിടുത്തെ. ഇത് പറയപ്പെടുന്ന വൺ ഓഫ് ദ ക്ലീനസ്റ്റ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ. എനിക്ക് അറിഞ്ഞു എത്രമാത്രം ഉണ്ടെന്ന്. പിന്നെ ഭയങ്കര പഞ്ചാബിലെ ഏറ്റവും ബിസി ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ്. അതാണ് ഇവിടെ മെയിൻ സ്റ്റോപ്പുള്ളത്. അമ്മ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇവിടെ പെട്ടെന്ന് പോകും, ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് ജമ്മു ആൻഡ് കാശ്മീരാണ്. വേറെ ഒന്നുമില്ല. വരുന്ന വഴിക്ക് വേറെ കുറേ പാടങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല. പിന്നെ ഇപ്പം കണ്ടോ സൺസെറ്റായി, അത്രേ ഉള്ളൂ. ഇത് വാരണാസി ജമ്മു തവി ഏതോ ഒരു ട്രെയിനാണ് കേട്ടോ. ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തതാണ്. വാരണാസി ജമ്മു തവി. ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? അല്ല, വന്ദേ ഭാരതിൻ്റെ ഡോറ് പെട്ടെന്ന് അടയും, ഓടി ഒന്നും കയറാൻ പറ്റില്ല. ഈ ട്രെയിനിലൊക്കെ അതുപോലെ അല്ലല്ലോ, നമുക്ക് വണ്ടി എടുത്താലും ഓടിപ്പോയി കയറാൻ പറ്റും. ഇതിൻ്റെ സമയത്ത് അടയുന്നതുകൊണ്ട് എല്ലാവരും പുറത്തുനിന്ന് ഇറങ്ങാൻ, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ചില ഫോണോട് ചില അപ്പം തന്നെ അടഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇരിക്കുക അവിടെ തന്നെ, അതാണ് നല്ലത്. ഒരു പണിയില്ലാത്തപ്പോൾ ഞങ്ങൾ സന്ദേശിനെ നോക്കും. അതാ നോക്കൂ, ഫോൺ ചെയ്യട്ടെ, നോക്കട്ടെ ഒരു മിനിറ്റ്. അത്രയ്ക്ക് അർജന്റാണോ നിനക്ക്? നാട്ടിൽ എന്തായാലും നമ്മൾ 2 ദിവസം എത്തത്തില്ലേ നമ്മൾ? പിന്നെ ഫോൺ വേണമെന്നുണ്ടോ? വെറുതെ ഫോണിൽ വിളിച്ച് വലിയ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുക. ഇപ്പോഴാട്ടോ മലയാളം പറയുന്നത്. ഇത്ര നേരം ഹിന്ദി ആയിരുന്നു അവൻ. ഞാൻ പറയത്തൊന്നുമില്ല, നീ പടാ കണ്ടോ, വലിയ ലുക്കാന്നൊക്കെ ഇരിക്കുന്നത്. ഇപ്പൊ കണ്ടോ, ബോംബെയിലെ ബാംഗ്ലൂർ, ബോംബെ പോട്ടെ, ബാംഗ്ലൂർ വിറപ്പിക്കുന്ന ദാതയായിരുന്നു. ഹലോ, ഞാൻ പിന്നെ വന്നു. ഞാൻ വന്ദേ ഭാരതിലെ കുറച്ച് ഫാക്ട്സ് പറയാം. ഫാക്ട്സ് അല്ല, കുറച്ച് ശ്രദ്ധിക്കാനല്ല, എന്താ പറയുന്നത്, കുറച്ച് കാര്യങ്ങൾ. അതായത് ഇതിപ്പം പോകുന്നത് 120-130 സ്പീഡിലാണ്. പക്ഷേ ഇതിവിടെ ഇരുന്നോട്ടും അറിയത്തില്ല. പക്ഷേ നമ്മൾ വാഷ്റൂമിൽ കയറി കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് അറിയാം. നോർമൽ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് സ്പീഡ് അറിയാമല്ലോ, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടും അറിയില്ല. അതാണ് ഇത് വെറുതെ കാണിച്ചത്. അപ്പം ഫ്രണ്ടിൽ സ്പീഡ് എഴുതി കാണിക്കും, ഞാൻ മുമ്പേ കാണിച്ചില്ലേ, അതേപോലെ. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്വിച്ച്. ഈ സാധനം ഇവിടെ സ്വിച്ച് ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇത് ഫുഡിൻ്റെ ആളെ വിളിക്കുന്ന സ്വിച്ചാണ്. അതെ, ഞാൻ അങ്ങനെ വിചാരിച്ചു, പക്ഷെ അല്ല. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകും. അതിനാണ് മിക്കവർക്കും അറിയത്തില്ലാത്ത എന്നെ പോലത്തെ പൊട്ടന്മാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഉള്ളത് താഴെ നമുക്ക് ചാർജിങ് പോയിന്റ്സ് ഉണ്ട്. USB 2 USB ഇല്ലടാ, 2 USB കുത്താം. പിന്നെ ഒരു നമ്മൾ പ്ലഗും കുത്താം, നോർമൽ. അത് ഫാസ്റ്റ് ചാർജിങ് ആണ്. നമ്മുടെ നോർമൽ ചാർജർ കുത്തിയാലും നോർമൽ വീട്ടിലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിങ് ചെയ്യുവാണെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ മേളിൽ 3 റീഡിംഗ് ലൈറ്റ് ഉണ്ട്, 3 സീറ്റിനും. അത് ഫുള്ള് തിരിച്ചു വെക്കാൻ പറ്റത്തൊന്നുമില്ല. പ്രസ് ചെയ്ത് വെച്ചാൽ ലൈറ്റ് കത്തും. പിന്നെ പ്രത്യേക കാര്യം, ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇടയ്ക്ക് സ്റ്റേഷൻ വന്നാൽ വായി നോക്കി നമ്മൾ നോർമൽ ട്രെയിനിൽ പോലെ പുറത്തോട്ടൊന്നും ഇറങ്ങാതിരിക്കുക.
പെട്ടെന്ന് ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെ കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും. ഇത്ര നേരം എന്ന് പറയുന്നത് ഇത്ര നേരം സ്റ്റോപ്പ് കാണത്തുള്ളൂ. അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ കയറി ഇരുന്നാൽ ഞാൻ ഇറങ്ങേണ്ട കാര്യമില്ല. കാര്യം നല്ല സുഖം ഇല്ല തന്നെ ഇരിക്കുക. പുറത്തിറങ്ങേണ്ട തോന്നത്തേ ഇല്ല. അപ്പം അത്രയ്ക്കുള്ളൂ. നമ്മുടെ വൈകിട്ടത്തെ ഡിന്നർ വന്നിട്ടുണ്ട് വന്ദേ ഭാരതിൽ. ഇതൊരു ജെയിൻ ലഞ്ചെന്നെന്തോ പറഞ്ഞത്. എന്താ നമുക്ക് നോക്കാം ആദ്യം. പിക്കിൾ. ഓക്കെ, ഇന്നലത്തെ അതേ സാധനം. ഇന്നത്തെ ആണോ? ഇന്നലത്തെ അതേ സാധനമാണോ? ആ അതെ, സെയിം. അതേ സാധനം. ഇന്നലെ നമ്മൾ രാജധാനി കഴിച്ച അതേ സാധനം. ഓക്കെ, ടിഷ്യൂ കിട്ടി. റൊട്ടി. ഓക്കെ, ഇന്നലെ കിട്ടിയ സെയിം സാധനം. വലിയ പാത്രമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് നോക്കാം. നമുക്കവിടെ മറ്റേ പ്ലാസ്റ്റിക് പാത്രമുള്ളത്. ദാൽ. ഓക്കെ, ഒരു മാറ്റം. അതെ, പെട്ടി മാത്രം മതി അല്ലടാ. പനീർ. ആ ഓക്കെ, ചിക്കൻ മാറ്റി പനീർ. എടാ ഇത് മറ്റേ അല്ല, ഇത് ജെയിൻ ഫുഡ് അല്ലല്ലോ. അതെ, പക്ഷേ കിഴങ്ങുണ്ടല്ലോ അല്ലേ? ഉരുളക്കിഴങ്ങില്ലെന്നല്ലേ പറഞ്ഞിട്ടത്? ഇതെന്താടാ, ചോറാണോ? ലക്ഷണം കണ്ടിട്ട് ആണെന്ന് തോന്നല്ലേ? അതെ. ഓ, ഒരു വ്യത്യാസമില്ല. പാത്രം മാറി, ടേസ്റ്റ് മാറി നമുക്ക് നോക്കാം. അതെ, ഒന്നുണ്ട്. ദഹി എന്ന് വെച്ചാൽ തൈര്. ആ ഓ, ലസിന്നല്ലേ പറയുന്നത്? വേറെ അല്ലേ? അത് കുടിക്കുന്നത് സോറി. തൈര് ആർക്കും വേണ്ടത് സാധനം. ഇനി കഴിച്ച് നോക്കാം. ഓ, ഡിന്നർ കഴിഞ്ഞ് വന്ദേ ഭാരതിൽ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ രാജധാനി കഴിച്ച സെയിം ഫുഡാണെങ്കിലും പക്ഷേ ടേസ്റ്റ് ഇതിനായിരുന്നു എനിക്ക് തോന്നി ഇഷ്ടപ്പെട്ടത്. മറ്റേത് അത്ര പോരായിരുന്നല്ല, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഫുള്ള് കഴിച്ചു. പക്ഷേ എങ്ങനെയാ ഫുഡ് ഇന്നലത്തേക്ക് കമ്പയർ ചെയ്യുമ്പോൾ? നീറ്റ്നസ് ഉണ്ട്. കുറച്ചുകൂടെ തിക്നെസ് ഉണ്ടായിരുന്നല്ലേ? പിന്നെ അവന് ഈ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇന്ന് കഴിച്ചപ്പോൾ കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നെന്ന് തോന്നി. പിന്നെ നിർത്തി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ല, ഇനി ഡെസേർട്ട് കിട്ടുമെന്ന് തോന്നുന്നു. ഐസ്ക്രീം അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കിട്ടുമായിരിക്കും. ഇവിടെ എന്തോ നടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പിള്ളേരെല്ലാം കൂടെ കിടന്ന് കരയുന്നു. ഓളമല്ല, ഊലി. അങ്ങനെ ജമ്മുത്തവി കഴിഞ്ഞു. ഇനിയിപ്പം നമുക്കൊരു 50-60 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഉദംപൂർക്ക്. അവിടെ നമ്മൾ ഇറങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ 1 അവർ കഴിഞ്ഞാൽ വൈഷ്ണോദേവി, ശ്രീമാതാ വൈഷ്ണോദേവി കത്ര റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ എൻ്റെ ഈ ട്രെയിനിൻ്റെ. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല ഇനി കാണിക്കാൻ. ഇപ്പോൾ ഇനി നമ്മൾ ഉദംപൂരിൽ നിന്ന് ശ്രീനഗർ പോകും. അപ്പോൾ തൽക്കാലം വീഡിയോ പാർട്ട് ഇവിടെ എൻഡ് ചെയ്യാം. അടുത്ത പുതിയൊരു ഫ്രഷ് പാർട്ടായിട്ട് നാളെ തുടങ്ങാം. ബൈ.